നമ്മുടെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളാണ് ഇന്ന് ചെറിയ കുട്ടികളെ പോലും രോഗികളാക്കി മാറ്റുന്നത്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളല്ല പല കുട്ടികളും കഴിക്കുന്നത്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള, അതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് പോലും താല്പര്യം. അതായത് ഒരു കുട്ടിക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കാതെ കുട്ടിയുടെ ആരോഗ്യം നമ്മൾ അപ്പം തന്നെ നശിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എപ്പോഴും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കരുത്. വ്യായാമമില്ലായ്മ എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കൂടുതൽ സമയം മൊബൈൽ ഫോൺ നോക്കിയിരിക്കുക, വീഡിയോ ഗെയിം കളിക്കുക, അതുപോലെ തന്നെ കളിസ്ഥലങ്ങളിൽ പോയിട്ട് കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സസൈസുകൾ പോലെയുള്ള ഒന്നും ചെയ്യുന്നില്ല. പല കുട്ടികളിലും ടൈപ്പ് 2 പ്രമേഹം കണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ചോക്ലേറ്റ്സ്, കേക്ക്, സോസ്, അതുപോലെ തന്നെ ജാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ. ഇതൊക്കെ കഴിക്കുന്നതോടുകൂടി കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും അത് ഷുഗറിലേക്ക് എത്തിക്കാറുണ്ട്. നമസ്കാരം, ഡോക്ടേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടറെ, 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് PCOD വരുന്നു, 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രമേഹം വരുന്നു, അതേപോലെ 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്നത്? നമ്മുടെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളാണ് ഇന്ന് ചെറിയ കുട്ടികളെ പോലും രോഗികളാക്കി മാറ്റുന്നത്. അതായത് നമ്മുടെ പഠനങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ സമീപകാലത്തെ ഗവേഷണങ്ങളിലും പഠനങ്ങളിലൊക്കെ പറയുന്നത് ചെറിയ കുട്ടികളിൽ പോലും ഫാറ്റി ലിവറും അതുപോലെ തന്നെ ഡയബറ്റീസും, ടൈപ്പ് 2 ഡയബറ്റീസ്, പ്രമേഹം ഒക്കെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ ഇന്നത്തെ ജീവിത രീതി അവരുടെ തികച്ചും പഴയതുപോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. അവർ ഇപ്പോൾ കൂടുതൽ സമയം കളിസ്ഥലങ്ങളിൽ പോയി കളിക്കുകയോ ഒന്നും ചെയ്യാതെ കൂടുതലായിട്ട് മൊബൈൽ ഫോണിലും വീഡിയോ ഗെയിംസിൻ്റെ ഒക്കെ പിന്നാലെയാണ്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളല്ല പല കുട്ടികളും കഴിക്കുന്നത്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള, അതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് പോലും താല്പര്യം. ഈ ഒരു ജീവിത രീതിയും ഭക്ഷണ രീതിയും തന്നെയാണ്, അതായത് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. പക്ഷേ മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലമാണ് ഓരോ ചെറിയ കുട്ടിയും ഇന്ന് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, തിരക്ക് പിടിച്ച ജീവിതമാണ്, പലരും വർക്കിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ആ സമയങ്ങളിൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഞാൻ മോൾക്ക് 1 വയസ്സായ സമയം തൊട്ട് ജോലി ചെയ്തു വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ലാക്ടോജൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എപ്പോഴും നല്ലതെന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ 2 വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് അമ്മയുടെ മുലപ്പാൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതിന് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കുട്ടികളുടെ വളർച്ചയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ലാക്ടോജൻ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മറ്റ് പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നാച്ചുറലായിട്ട് കിട്ടേണ്ട ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതൊക്കെ കുറഞ്ഞ രീതിയിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടുതലായിട്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ വരാനായിട്ടുള്ള വഴിയൊരുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ലാക്ടോജനൊക്കെ കൊടുക്കുന്ന സമയത്ത് മോൾക്ക് ഇത് ദഹിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ട് അവൾക്ക് വയറിന് ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ദോഷമായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ അമ്മയിൽ നിന്ന് കിട്ടുന്ന മുലപ്പാലോളം വരില്ല വേറെ എന്ത് കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടറെ, ഇപ്പോൾ ചില മാതാപിതാക്കൾക്ക് കുട്ടികൾ തടി കുറവാണ് എന്നുള്ളൊരു പ്രശ്നം. അതായത് കുട്ടി എത്ര തടിച്ചാലും അവർക്ക് മതിയാവില്ല, കുട്ടി തടി കുറവാണെന്നുള്ളൊരു വിഷയം കൊണ്ട് തന്നെ അവർ ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കുറുക്കായിട്ടോ മറ്റ് ഫുഡുകളായിട്ടോ കൊടുക്കാൻ തുടങ്ങും. ഇത് ശരിക്ക് നമ്മൾ ചെയ്യേണ്ട ഒന്നാണോ? അതോ പാരമ്പര്യമായിട്ട് ഇങ്ങനെ മറ്റുള്ളവർ ചെയ്തു പോരുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അങ്ങനെയുള്ളൊരു രീതിക്കാണോ? അത് ശരിക്കും അതിൻ്റെ ആവശ്യകത ഉണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെ
നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. കാരണം അത് തന്നെ ഒരു കംപ്ലീറ്റ് ഫുഡായിട്ടാണ്. കുട്ടിക്ക് വേണ്ട പ്രോട്ടീൻസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പണ്ട് മുതലേ ഇപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിലും പറയും കുട്ടിക്ക് വിശന്നിട്ടാണ് കരയുന്നത്, മുലപ്പാൽ തീരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുലപ്പാൽ പോരാ, അതിന് വിശക്കണുണ്ട്, അപ്പോൾ കൂടുതലായിട്ട് മറ്റുള്ള റാഗി പോലെയുള്ളത് കുറുക്കുകൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയും. അത് ശരിക്കും ഒരു 6 മാസത്തിന് ശേഷമേ നമ്മളിതൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ മുലപ്പാലിൽ നിന്ന് തന്നെ മാക്സിമം കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഇന്നത്തെ സ്കൂൾ രീതികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ടിഫിൻ ബോക്സ് എന്നുള്ളത്. ഒരു 10-11 മണിയാവുന്ന സമയത്ത് കുട്ടികൾക്കൊരു ഇടവേള, ആ സമയത്ത് കഴിക്കാൻ ഫുഡ് എന്നുള്ളൊരു രീതിയുണ്ട്. അത് ഒരു വിധത്തിൽ നല്ലത് തന്നെയാണ്. കുട്ടിയെ വിശപ്പില്ലാതെ ഇരുത്തുന്നതിന് കുട്ടിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ നമ്മൾ വളരെയധികം തെറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ടിഫിൻ ബോക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ കുട്ടികൾക്ക് ഈ സ്നാക്സ് ബോക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ പാരൻസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ് എടുത്തിട്ടാണ് അതിൽ വയ്ക്കുക. അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പോലെയുള്ള ഫ്രൂട്ടി പോലെയുള്ളതൊക്കെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഇത്തരം മധുരപാനീയങ്ങളും ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡും ജാമും, അതുപോലെ നൂഡിൽസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള നൂഡിൽസ്, ഇതൊക്കെയാണ് ചിലരൊക്കെ കൊടുത്തു വിടാറുള്ളത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുട്ടിയോടാണ് നമ്മൾ ദ്രോഹം ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കാതെ കുട്ടിയുടെ ആരോഗ്യം നമ്മൾ അപ്പം തന്നെ നശിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇതുവഴി കുട്ടിക്ക് നാച്ചുറലി കിട്ടേണ്ട ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേറെ അസുഖങ്ങൾ വരാനും ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവറും ഷുഗറും ഒക്കെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്നത്തെ കാലത്ത് അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽസ് ഇപ്പോൾ മെഡിസിൻസ് അല്ല കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പകരം കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റുകളായിട്ടും അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവർ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ തന്നെ കൂടുതലായിട്ടും അസുഖങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ആണ് ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഷുഗർ പേഷ്യൻ്റായിട്ടും മറ്റുമൊക്കെ മാറുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ്? വല്ല ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ബ്രെഡും ജാമോ നൂഡിൽസോ ഒക്കെ ആയിരിക്കും അല്ലേ? അല്ലാതെ ആരും ഇപ്പോൾ രാവിലെ കൂടുതലായിട്ട് ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇപ്പോൾ തിരക്ക് പിടിച്ച് ഓടുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമല്ല അവർ ചുറ്റുപാടുകളിലും കാണുന്നതും അത് തന്നെയാണ്. കാരണം ഒരു കുട്ടിയുടെ ബോക്സിൽ ന്യൂഡിൽസ് ആയിരിക്കും, മറ്റേ കുട്ടിയുടെ ഇതിൽ ബ്രെഡും ജാമും ആയിരിക്കും. അപ്പോൾ ഈ സാധാരണ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒരു മോശമാണെന്നുള്ള രീതിയിൽ കുട്ടികൾ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മക്കൾ തന്നെ ഞങ്ങൾക്ക് എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണോ വേറെ ഒന്നുമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഒരു രീതി തന്നെ അവർക്കിടയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, കുട്ടികൾക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതായത് ജങ്ക് ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് താല്പര്യം. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്താ ചോദിക്കുക? ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ പഴമോ, അതൊന്നും അല്ല അവർ ചോദിക്കുക. അവർ വല്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ടോ, ചിപ്സോ, ബേക്കറി ഐറ്റംസോ, അല്ലെങ്കിൽ പിസ്സ, ബർഗർ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ, അതൊക്കെയാണ് എല്ലാ കുട്ടികൾക്കും ഇന്ന് താല്പര്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളാണ് കൂടുതലായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ, അപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫുഡോ കാര്യങ്ങളോ കരുതുകയാണെങ്കിൽ എന്തായിരിക്കും കൂടുതലായിട്ട് കുറച്ച് ജ്യൂസ് ഉണ്ടായിരിക്കും, അതിൽ കുറച്ച് ബേക്കറി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളും അതിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ നല്ല ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഹാബിറ്റ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ശരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ചെറിയ കുട്ടികൾ കരയുകയാണെങ്കിൽ നമ്മൾ പറയും കരയുണ്ട, ചോക്ലേറ്റ്സ് വാങ്ങിത്തരാം, മിഠായി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുക. അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിത്തരാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. അതെ, മൊബൈൽ കൊടുത്തിട്ട് പറയും കണ്ടോ, കാർട്ടൂൺ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ കുട്ടികൾ അടങ്ങിയിരിക്കും. പക്ഷെ നമ്മൾ കുട്ടികളെ ആരോഗ്യമാണ് ഇല്ലാതാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ജങ്ക് ഫുഡ്സാണ്. അതായത് ഇവരുടെ ഹെൽത്ത് നമ്മളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ കുട്ടി പോലും അറിയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളിത് അറിഞ്ഞിട്ടും നമ്മളിത് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും വിരുന്ന് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവരൊക്കെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അതൊക്കെ ഈ പറഞ്ഞ പോലെ വല്ല ടാങ്കും കലക്കിയിട്ട് അതിൽ കുറേ മധുരം ഇട്ടിട്ട് അങ്ങനെ തരുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ പാക്കറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് തന്നെ ഉണ്ടാവുമല്ലോ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് കോളാസ്, പെപ്സി, കൊക്കക്കോള അങ്ങനെയുള്ളതായിരിക്കാം. പക്ഷെ അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ അത് നിത്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെയിലി ഇതന്നെ ആവുമ്പോഴാണ്
നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ രോഗിയായിക്കൊണ്ടിരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതുപോലെ തന്നെ ഫുഡ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ കൊണ്ടുപോകുന്ന പാത്രങ്ങളും. അപ്പോൾ ഈ പാത്രങ്ങൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും നമ്മൾ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എപ്പോഴും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങളോ പ്യുവർ സെറാമിക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇപ്പോൾ ടിഫിനോ സ്നാക്കോ ഒക്കെ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കണം. എന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ തന്നെ കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ അതിന് ചെറിയ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഇളകി വരാനും അത് നമ്മളെ ഭക്ഷണത്തിൽ കലരാനും അത് ഭയങ്കര വിഷാംശമുള്ള സാധനങ്ങളാണല്ലോ. ഇത് നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ ചെറിയ അസുഖങ്ങൾ മുതൽ മാരകമായിട്ടുള്ള ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഡെയിലി ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ആ അസുഖം വരുന്ന സമയത്ത് ഇതൊക്കെ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വർക്ക് ചെയ്യുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില സമയങ്ങളിൽ ബ്രസ്റ്റ് ഫീഡിങ് സാധ്യമാവില്ല. അപ്പോൾ അവർ ലാക്ടോജൻ അതുപോലുള്ള കാര്യങ്ങളെയാണ് ആശ്രയിക്കുക. ഇത് ഒഴിവാക്കിക്കൊണ്ട് ലാക്ടോജൻ പോലുള്ള കൃത്രിമമായിട്ടുള്ള ഇതൊന്നും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരമ്മയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അതായത് മാക്സിമം കുട്ടികൾക്ക് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അതായത് ബോട്ടിലിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ആക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു അമ്മയാണെങ്കിൽ ഇപ്പോൾ വൈകിട്ട് വരുന്നത് വരെയുള്ള ആ സമയത്തേക്കുള്ള പാൽ ഇതേപോലെ സൂക്ഷിച്ച് വെച്ചാൽ കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റും. മാക്സിമം നമുക്കപ്പോൾ ലാക്ടോജനൊക്കെ ഒഴിവാക്കാനായിട്ട് കൂടി പറ്റും. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കുട്ടി രാവിലെ ട്യൂഷന് പോകുന്നു, അത് കഴിഞ്ഞ് സ്കൂളിലെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒരു കുട്ടിയെ കളിക്കാൻ വിടാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിലാക്സ് കൊടുക്കാനോ നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പോൾ വ്യായാമമില്ലായ്മ എന്നുള്ളത് ഇന്നത്തെ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാറ്റി ലിവറിന് കാരണമാവുന്ന മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫാറ്റി ലിവറിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വ്യായാമക്കുറവ് എന്നുള്ളത്. അതായത് കുട്ടികൾ കൂടുതൽ സമയം ഇപ്പോൾ വീട്ടിനകത്തിരുന്നിട്ട് അല്ലെങ്കിൽ പുറത്തൊന്നും പോയി കളിക്കാതെ നമ്മുടെ ശരീരം അനങ്ങാത്ത രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്. കൂടുതൽ സമയം മൊബൈൽ ഫോൺ നോക്കിയിരിക്കുക, വീഡിയോ ഗെയിം കളിക്കുക, അതുപോലെ തന്നെ കളിസ്ഥലങ്ങളിൽ പോയിട്ട് കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സസൈസുകൾ പോലെയുള്ള ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ കൂടെ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത്, മധുരപാനീയങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അമിതവണ്ണം വയ്ക്കുന്നത്, ഇതൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് വ്യായാമം ചെയ്യിപ്പിക്കുക. വ്യായാമം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ദിവസവും 1 മണിക്കൂറെങ്കിലും ഓടിക്കളിക്കാനോ അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടാനോ കൂടുതൽ ശാരീരിക പ്രവർത്തനങ്ങൾ, അതായത് ശരീരം അനങ്ങുന്ന രീതിയിലുള്ള കളികളൊക്കെ കളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ ഇന്ന് പല കുട്ടികളിലും ടൈപ്പ് 2 പ്രമേഹം കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഇന്നത്തെ തലമുറയിൽ കാണുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഗ്ലൂക്കോസായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണാണ്. കൂടുതലായിട്ട് കഴിക്കുന്ന മധുരങ്ങളും അതുപോലെ കൊഴുപ്പൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഇത് ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് തകരാറിലാക്കും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പിന്നീട് പ്രീ ഡയബറ്റിക്കും അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കുന്നത്. അതായത് കൂടുതലായിട്ട് നമ്മൾ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ചോക്ലേറ്റ്സ്, കേക്ക്, സോസ്, അതുപോലെ തന്നെ ജാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ കൂടുതലായിട്ട് ഇഷ്ടം. സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള ഇതൊക്കെ കഴിക്കുന്നതോടുകൂടി കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും അത് ഷുഗറിലേക്ക് എത്തിക്കാറുണ്ട്. ഈ അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളെയും പാടെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ടിഫിൻ ബോക്സ് എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക? അതായത് അതിന് നമ്മൾ പാരൻസ് തന്നെ വിചാരിക്കണം. അതായത് വീട്ടിൽ നിന്ന് കുട്ടീൻ്റെ ഒരു ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ബാലൻസ്ഡ് ഡയറ്റ്,
അതായത് അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇങ്ങനെ കൊടുത്തു വിടുമ്പോഴുള്ളൂ കുട്ടികൾക്കും അത് കഴിക്കണമെന്നും പിന്നെ അതൊരു ശീലമായിട്ടും മാറുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുത്തു വിടുകയാണെങ്കിൽ, ഭക്ഷണം കൊടുത്തു വിടുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറോ ചപ്പാത്തിയോ പോലെയുള്ള ഭക്ഷണം വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്, കൂടുതൽ ചെറുപയറോ മുട്ടയോ മീനോ ചിക്കനോ പോലെയുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വയ്ക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, കുക്കുംബർ പോലെയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കുട്ടി സ്കൂളിൽ തുടങ്ങുമ്പോൾ തന്നെ അവർ ഇങ്ങനത്തെ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നെ അവർക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി അറിയാതെ തന്നെ ഉണ്ടായി വരും. അത് അപ്പോൾ നമ്മൾ ശീലിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ പാരൻസ് ആണ് ഇതൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ കൂടുതലായിട്ട് സ്കൂൾ കുട്ടികൾ കൊണ്ടുവരുന്ന ലഞ്ച് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, മിക്കവരും കൂടുതലായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന പൊട്ടറ്റോ അല്ലെങ്കിൽ വഴുതനങ്ങ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്, സോയാബീൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തിട്ടായിരിക്കും ഇവരെ ലഞ്ച് ബോക്സിൽ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് മാറ്റിയെടുക്കാൻ നമുക്ക് പാരൻസിനെ തന്നെ കഴിയുള്ളൂ. പല രക്ഷിതാക്കളും എൻ്റെ കുട്ടി തടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭക്ഷണം വാരിക്കോരി കൊടുക്കാറുണ്ട്. കുട്ടികൾ തടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ഒരു കുട്ടി തടി വയ്ക്കുന്നതിലല്ല വലിയ കാര്യം, ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഒരു അസുഖമില്ലാതെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളതല്ലേ നമുക്കൊക്കെ ആഗ്രഹം. അല്ലാതെ തടിച്ചുകൊണ്ട് ഒരു കുട്ടി, ആ കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി ഇല്ലെങ്കിൽ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് ഹെൽത്തി ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ, തടിയുള്ളതുകൊണ്ട് മാത്രം. അതുകൊണ്ട് എപ്പോഴും കുട്ടികൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് നമ്മൾ കൊടുത്തിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്നത്ര കൊടുക്കുക. അല്ലാതെ നിർബന്ധിച്ച് ഇത്രയും ഫുഡ്, നമ്മൾ കുറേ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് മുഴുവൻ കഴിക്കണമെന്ന് നമ്മൾ കുട്ടികളെ നിർബന്ധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണങ്ങൾ കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് ഇടവേളകളിൽ മാത്രമായിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ വയറ് നിറയുന്ന രീതിയിൽ വലിച്ചു വാരി ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കരുത്. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് തടിയുള്ള കുട്ടിയേക്കാളും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ പലരും മണ്ണിൽ കളിക്കാൻ സമ്മതിക്കില്ല, മഴയത്ത് കളിക്കാൻ സമ്മതിക്കില്ല, അതൊക്കെ അവർക്ക് പേടിയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് കാണാറുള്ളത്? അതായത് കുട്ടികൾ ശരിക്കും മണ്ണിലും മഴയിലും ചെളിയിലും ഒക്കെ കളിച്ചിട്ട് വേണം വളരാനായിട്ട്. അതായത് പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, മഴയത്ത് ഫുട്ബോൾ കളിക്കുന്നത്, മഴയത്ത് എല്ലാം ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മഴയാകുമ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വീടിൻ്റെ അകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി, നാച്ചുറലായിട്ട് ഉണ്ടാവേണ്ട രോഗപ്രതിരോധ ശേഷിയുണ്ട്, അതില്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും നമ്മൾ ദിവസവും കുറച്ച് സമയം, അല്ലാതെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം വെറും പഠിത്തം മാത്രമല്ലാതെ അല്ലെങ്കിൽ ഇരുന്ന് മൊബൈൽ ഫോൺ കാണാനായിട്ട് കൊടുക്കുക അല്ലാതെ ടി വിയുടെ മുന്നിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാനല്ലാതെ അവർക്ക് കളിക്കാനായിട്ട്, പുറത്തിറങ്ങി കളിക്കാനായിട്ടുള്ള അവസരം കൂടി മാതാപിതാക്കളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതായത് സൈക്ലിങ്ങിനോ സൈക്കിൾ ചവിട്ടാനായിട്ടോ അല്ലെങ്കിൽ ഇറങ്ങി കളിക്കാൻ, ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി കളിക്കാൻ, ഫുട്ബോൾ ക്രിക്കറ്റ് പോലെയുള്ള അതൊക്കെ കളിക്കാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ തന്നെ ഫാറ്റി ലിവറും ഷുഗറും കൊളസ്ട്രോള്, ഹൃദയാഘാതം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കോമൺ ആയിട്ട് വരും. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, പല കുട്ടികൾക്കും സ്ക്രീൻ ടൈമാണ് കൂടുതൽ, പുറത്തിറങ്ങി കളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും വളരെ കുറവാണ്. ഈ സ്ക്രീൻ ടൈമിങ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? സ്ക്രീൻ ടൈം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. കാരണം ഇന്നത്തെ തലമുറയിലെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടാണ്, മൊബൈൽ ഫോണാണെങ്കിലും വീഡിയോ ഗെയിം ഒക്കെ കണ്ടും ചെയ്തൊക്കെയാണ് വളരുന്നത്. അപ്പോൾ നമ്മളൊരു ടൈം കൺട്രോൾ വേണം. അതായത് ഇവർ ഇത്ര സമയം ഇതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര സമയം മാത്രം, അല്ലെങ്കിൽ ഒരു ദിവസം അരമണിക്കൂർ മാത്രം ഫോൺ നോക്കാൻ പാടുള്ളൂ, അങ്ങനെ നമ്മൾ തന്നെ വെക്കണം. അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇരുന്നിട്ട് ഒരു വ്യായാമം ഇല്ലാതെ ഇവരിങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നാൽ പൊണ്ണത്തടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗർ, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ എല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരു കൺട്രോൾ വെച്ചിട്ട് വേണം ഫോണൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. കുട്ടികളിൽ ഇപ്പോൾ പ്രമേഹം, അതേപോലെ ഫാറ്റി ലിവർ ഒരുപാട് ഇത് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് വലിയ പ്രകടമായ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ഇപ്പോൾ നമുക്കിത് മുൻകൂട്ടി അറിയാൻ ശരീരം തരുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്?
അതെ, ഈ പറഞ്ഞതുപോലെ ശരിയാണ്. ഈ ഫാറ്റി ലിവറും ഷുഗറൊക്കെ ചെറിയ കുട്ടികളിൽ വന്നാൽ പോലും നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ശരീരം ചില മുന്നറിയിപ്പുകൾ തരും. അതായത് കുട്ടി അമിതമായിട്ട് വണ്ണം വയ്ക്കുക, വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ, അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകിലും നമ്മുടെ കക്ഷത്തിലൊക്കെ കറുത്ത കളറാവുക, വല്ലാതെ ദാഹം വരിക, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ കുട്ടിക്ക് ശ്രദ്ധക്കുറവ്, പഠന കാര്യങ്ങളിലാണെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാവുക, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക. ഇതൊക്കെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ കുട്ടികളിൽ കാണാവുന്ന മുന്നറിയിപ്പായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങളാണ്. പണ്ട് നമ്മൾ പ്രായമായ ആളുകളുടെ അസുഖമാണ് പ്രമേഹം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഇന്ന് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രായമായവരിൽ മാത്രമല്ല, ഈ ചെറിയ കുട്ടികളിൽ വരെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതായത് 10ഉം 12ഉം വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഷുഗർ രോഗികളായിട്ട്, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരായിട്ട് കാണാറുണ്ട്. നമ്മൾ ഒ പിയിൽ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ കേസുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റാനായിട്ട് കുട്ടികളല്ല ആദ്യം ശ്രമിക്കേണ്ടത്. അത് നമ്മൾ മാതാപിതാക്കളാണ് ഇതിനായിട്ട് മുൻകൈ എടുക്കേണ്ടത്. അതായത് കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കൊടുക്കുക. അതായത് കുട്ടികളുടെ ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഫൈബറും നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നട്ട്സുകൾ, അതൊക്കെ കുട്ടികൾക്ക് ധാരാളമായിട്ട് കഴിക്കാനായിട്ട് കൊടുക്കണം. ഈ ജങ്ക് ഫുഡ്സും പാക്കറ്റ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, മധുരപാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ളത് അതൊക്കെ മാക്സിമം ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ്, ബ്രെഡ്, ജാം, കേക്ക് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പക്ഷേ ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. മാസത്തിൽ ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും വരാനില്ല. പക്ഷേ ഇത് എന്നും ഒരു ശീലമാക്കി മാറ്റാതെ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കാം. നമ്മൾ മാതാപിതാക്കൾ എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടികളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരോട് പറയുന്നതൊന്നുമല്ല അവർ കേൾക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാനായിട്ടാണ് അവരെപ്പോഴും ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മക്കളുടെ മുന്നിലാണെങ്കിൽ പോലും നമ്മൾ മാതൃകയായിട്ട് നിൽക്കണം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മളാണ് ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഇതൊക്കെയാണ് നല്ല ഭക്ഷണങ്ങൾ, ഇതൊന്നും കഴിച്ചാൽ വേറെ അസുഖങ്ങളൊന്നും വരില്ല. അതായത് ഇപ്പോൾ എല്ലാ അസുഖങ്ങളും കൂടുതലായിട്ടും ജീവിതശൈലി രോഗങ്ങളായിട്ടാണ് വരുന്നത്. ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, PCOD, പൈൽസ് വരെ എല്ലാം ഇങ്ങനെ ജീവിതശൈലി കൊണ്ട് കിട്ടുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുട്ടികൾക്ക് നമ്മൾ മാറിക്കൊണ്ട് വേണം കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ. നമ്മൾ അവരുടെ മുന്നിൽ ഒരു റോൾ മോഡലായി മാറിയാൽ തന്നെ നമ്മളെ കുട്ടികൾക്കൊന്നും ഈ അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇന്ന് കുട്ടികളിൽ കാണുന്ന ഈ ഫാറ്റി ലിവറും ഷുഗറും ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു മെഡിക്കൽ പ്രശ്നം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതശൈലിയുടെ പ്രതിഫലനം തന്നെയാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു ചോക്ലേറ്റ്സ് കുറച്ച് കൊടുത്താലോ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം വെള്ളം കുടിക്കാൻ ശീലിപ്പിച്ചാലോ അവിടെയൊന്നും നമ്മൾ തെറ്റല്ല ചെയ്യുന്നത്. ഒരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഈ ചോക്ലേറ്റ്സിൻ്റെയും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും ഒക്കെ ഉപയോഗം കുട്ടികളിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നിന്ന് മനസ്സിലായത്, പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകളാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു മക്കളെ ഫാറ്റി ലിവറിലേക്കും ഷുഗറിലേക്കൊക്കെ നയിക്കുന്നത്. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇന്ന് എന്നോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ രേഷ്മ ഗോകുൽ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. താങ്ക് യു.